السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. أما بعد. സ്വാഗതം പ്രസംഗിക്കണം, അതൊരു പ്രസംഗമല്ലല്ലോ, സ്വാഗതം പറയുക. ഇൻഷാ അല്ലാഹ് ഈ സ്വാഗതത്തിന് നമ്മളൊക്കെ വന്നത് ഇവിടെ സ്വാഗതം ചെയ്തുകൊണ്ടാണ്. എങ്കിലും അതിനു മുമ്പ് ഒരു 2-3 മിനിറ്റ്, ഒരു 4-5 മിനിറ്റ് നിങ്ങളോട് ഞാൻ ഒരു ചെറിയ സമയം കവർന്നെടുക്കുകയാണ്. ഈ പരിപാടി നമ്മളിവിടെ ആസൂത്രണം ചെയ്തതും നടത്തുന്നതും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അത് ഞാൻ പറയാതെ ഇവിടെ പലർക്കും അറിയാം. എങ്കിലും ചില അറിയാത്ത ഒരു കാര്യം, 1-2 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ മുമ്പിൽ, ഉസ്താദുമാരുടെ മുമ്പിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം സുന്നത്ത് ജമാഅത്ത് AP വിഭാഗത്തിൽ പ്രവർത്തിച്ചതാണ് ഞാൻ. അതുപോലുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ പരിപാടി സംഘടിപ്പിക്കലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പൊന്നുൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, താജുൽ ഉലമ തുടങ്ങിയ മഹാന്മാരായ ആളുകൾ ഒരു സമുദായത്തെ വഞ്ചിക്കുകയില്ല എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടെ തന്നെയായിരുന്നു ആ സംഘടനയിൽ പ്രവർത്തിച്ചത്. അങ്ങനെ എൻ്റെ പഴയകാല സുഹൃത്തുക്കളായ അൻസാർ മാഷ്, രാമന്തളി, അതുപോലുള്ള ഇഷാൻ തുടങ്ങിയ സുഹൃത്തുക്കൾ ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഘോഷവുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ വെളിപ്പെടുത്തിയപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ഒരു വേള അത് സത്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മെനക്കെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ അവരുമായി 1-2 കാര്യങ്ങളിൽ സംഭാഷണം നടത്തിയപ്പോൾ എൻ്റെ കയ്യിലുള്ള മുതൽ ഇതിലുള്ള വിശ്വാസമാണ്. എൻ്റെ മുമ്പിൽ വെക്കുന്നത് വ്യക്തമായ തെളിവുകളാണ്. തെളിവുകളുടെ മുമ്പിൽ എനിക്ക് വീണ്ടും തെളിവ് ആവശ്യമായി വന്നു. അങ്ങനെ പേരോട് ഉസ്താദിനെ ഞാൻ വിളിച്ചു. ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ നാട്ടിൽ കുറേ കുട്ടികൾ, ചെറുപ്പക്കാർ കുട്ടികൾ, നല്ല സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികൾ ആശങ്കയിലാണ്, പ്രശ്നങ്ങളിലാണ്. അതൊന്ന് തിരുത്തി കൊടുക്കാൻ അൻസാറിനെയും രാമന്തളിയെയും ജിഷാനെയും ഞാൻ ഉസ്താദിന്റെ മുമ്പിൽ കൊണ്ടുവരാം. അത് ആകെ അവരത് തയ്യാറുമാണ്. അൻസാറും ഞാനുമായ സംഭാഷണത്തിൽ അൻസാർ പറയുന്നു എന്നോട്, ഈ വിഷയത്തിൽ അബ്ദുറഹ്മാൻക എനിക്ക് തെറ്റുപറ്റിയതെങ്കിൽ ഞാൻ ഈ സമൂഹത്തോട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വെച്ച് മാപ്പ് പറയാൻ തയ്യാറാണ്. ഇനി മറുഭാഗത്താണ് തെറ്റുപറ്റിയതെങ്കിൽ അത് അവർ തീരുമാനിച്ചുകൊള്ളട്ടെ. അപ്പോൾ ഉസ്താദ് ഞാൻ ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, അൻസാർ പണ്ഡിതനാണോ? രാമന്തളിക്ക് കിതാബ് തിരിയുമോ? ജിഷാൻ എന്തറിയാം? ഇത്തരം കാര്യങ്ങളാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ, ഒരു അറിവില്ലാത്ത ഒരു ആളുകളോട് സംവാദം നടത്തുമ്പോൾ അവര് പെട്ടെന്ന് തീരുവല്ലേ അവരുടെ കാര്യം. അപ്പോ എന്തിനാലും ഉസ്താദ് ഇതിന് നിന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ഒരു 10-20 മിനിറ്റ് നേരം ഞാൻ സംസാരിച്ചിട്ടുണ്ടാവും. 20 മിനിറ്റിൽ അധികം ഉണ്ടാവും. ആ സംസാരത്തിൽ എന്നോട് പറയുന്നത്, നിങ്ങളും കുട്ടികളും വന്നാൽ സംസാരിക്കാം. എനിക്ക് സംശയമില്ലാത്ത, അന്ന് സംശയമില്ലാത്ത ഞാൻ അവിടെ പോയി പിന്നെ സംശയം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. സംശയം ഉള്ളവരെയും കൊണ്ടല്ലേ ഞാൻ പോകേണ്ടത്. പക്ഷെ ഉസ്താദ് നിന്നില്ല. എനിക്ക് മറ്റൊരാളെ പരിചയപ്പെടുത്തുന്നു, കുമ്മോളി ഇബ്രാഹിം സക്കാഫിയ.
അദ്ദേഹവുമായി ഞാൻ നിരന്തരം ബന്ധപ്പെട്ടു. 4 പ്രാവശ്യം തുടർച്ചയായി അദ്ദേഹം ഡേറ്റ് മാറ്റി അവസാനം എന്നോട് പറഞ്ഞത് സംശയമുള്ള ആളുകൾക്ക് ഒരു വൈറ്റ് പേപ്പറിൽ അവരുടെ സംശയങ്ങൾ എഴുതി തന്നുകൊണ്ട് എനിക്ക് തരിക, എന്നിട്ട് സംസാരിക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തിന്റെ വിഷയത്തിൽ ഇവർ പറ്റേ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അന്ന് പേരോട് ഉസ്താദ് എന്നോട് പറഞ്ഞ ഒരു വാക്ക്, അൻസാർ മാസ്റ്റർക്ക് കിതാബ് തിരിയുമോ ആലിമാണോ, രാമന്തളിക്ക് തിരിയുമോ ജിഷാന് തിരിയുമോ? ഇപ്പോ എന്റെ പഴയകാല സുഹൃത്തുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്, കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകപ്രശസ്തമായ ഒരു പണ്ഡിതൻ ബഹാവുദ്ദീൻ നദ്വി, അത് നിങ്ങൾ സമ്മതിക്കുകയുള്ളൂ. കേരള മുസ്ലിങ്ങളുടെ സംഘടനകളുടെ, മുസ്ലിം സംഘടനയുടെ ഏറ്റവും വലിയ സംഘടനയായ സംസ്ഥയുടെ സെക്രട്ടറിയായ അമ്പലക്കട ഫൈസി പണ്ഡിതനല്ലേ? അവരെ രണ്ടുപേരെയും മറ്റുള്ള നിങ്ങൾ മാറ്റി നിർത്തിക്കോ. അവർ രണ്ടുപേരും ഈ സദസ്സിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോ ഈ സദസ്സിലേക്ക് വരാൻ വേണ്ടി പേരോട് ഉസ്താദിനെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരും എന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം ഞാൻ ഉസ്താദിനോട് പറഞ്ഞത്, ഇവിടെ ഈ സംവാദം നടത്തുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ക്ലിപ്പുകളും നിങ്ങളുടെ പ്രസ്ഥാനങ്ങളും നിങ്ങളുടെ കേസറ്റുകളും ഒക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ അഭാവത്തിൽ അത് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം നിർബന്ധപൂർവ്വം നിങ്ങളിത് പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് സമയം ആകുമ്പോഴത്തേക്ക് ഉസ്താദ് എത്തും എന്നാണ് ഇപ്പോൾ എന്റെ പ്രതീക്ഷ. ഇനി അങ്ങനെ ഉസ്താദിന് വല്ല സമയ പ്രശ്നം ഉണ്ടെങ്കിൽ ആ സമസ്തയിലുള്ള ആധികാരികമായ ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ മതി. ഇനി വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്നോട് പറഞ്ഞത് കിതാബ് തിരിയുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ്. അങ്ങനെയാകുമ്പോൾ ഇവരൊക്കെ പോരെങ്കിൽ ഇനി ആരെയാണ് വിളിക്കേണ്ടതെന്ന് എന്നെ അറിയിക്കണം. സ്വാഭാവികമായിട്ട് എന്റെ മനസ്സിലുള്ളൊരു സംശയം, ഇത് നിങ്ങൾ അംഗീകരിക്കേണ്ട, കുസ്തുന്തൂനിയ എന്ന് പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയിലാണെന്ന് പറയുന്നതിനുള്ള കിതാബ് ഓതണം, അതിന് കിതാബ് കൊണ്ടുവരണം എന്ന് പറയുന്ന പണ്ഡിതന്മാരാണോ നിങ്ങൾക്ക് ആവശ്യം? അതല്ലെങ്കിൽ സലാസ അറബിയൻ എന്ന് പറഞ്ഞാൽ അത് 34 പറയുന്ന പണ്ഡിതന്മാരാണോ നിങ്ങൾക്ക് ആവശ്യം? എങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി, അവരെയും കൊണ്ടുതരാം. പക്ഷേ അത് സമസ്തന്റെ മദ്രസ പഠിച്ച, സമസ്തന്റെ കോളേജ് പഠിച്ച ആലിമ്യങ്ങളായിരിക്കില്ല. അങ്ങനെ ഒരു വ്യത്യാസവും അവിടെ ഉണ്ടാവും. ഏതായാലും നീട്ടി പരത്തി ഞാൻ പറയുന്നില്ല. ഈ പരിപാടികൾക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഇന്നല്ല മാസങ്ങളായി എന്റെ പഴയകാല സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സംവാദം എത്ര സുഖമാണിത്. ആർക്കും പ്രയാസമില്ല, ആരും ഏകപക്ഷീയമായിട്ട് പറയുന്നില്ല. നമ്മളിവിടെ പണ്ഡിതന്മാരെ കൊണ്ടുവരുന്നു, നിങ്ങളെയും ക്ഷണിക്കുന്നു, അവർക്ക് പറയേണ്ട കാര്യങ്ങൾ അവർക്ക് പറയാം, മറ്റവർക്ക് പറയേണ്ടത് അവർക്ക് പറയാം. ഈ പൊതുജനങ്ങൾ സത്യം മനസ്സിലാക്കട്ടെ. ഇനി എനിക്കൊക്കെ തെറ്റ് പറ്റി എന്നാണ് നിങ്ങളുടെ വിശ്വാസം എങ്കിൽ ഞങ്ങൾ നരകത്തിൽ പോകാൻ ഞങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്. കാരണം നിങ്ങൾക്ക് സത്യം ഒന്ന് പറഞ്ഞെന്നുകൂടെ. നിങ്ങളോട് സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ സംവാദം വെക്കുന്നത്. കാരണം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി ഈ തിരുകേശം കൊണ്ട് ബർക്കെടുത്തെടുത്ത് വെള്ളം കുളിപ്പിച്ചവരാണ് നിങ്ങൾ. അത് നിങ്ങളെ വേർപ്പിലൂടെ പോകുന്ന കാലത്തോളം ഇൻഷാ അല്ലാഹ് ഇതിൽ നിന്ന് പിന്മാറുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഞങ്ങൾ ഇതിന്റെ പിന്നെ തന്നെയുണ്ട്, ഇത് നിർത്തുമൊന്നുമില്ല, അത് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. ഇൻഷാ അല്ലാഹ് അതൊരു വെല്ലുവിളിയല്ല. കാരണം ഈ തട്ടിപ്പ് ഇത് ലോകത്തോട് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അത് മനസ്സിലാക്കിയ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കിപ്പോയി. നിങ്ങളെപ്പോലെ സാധുക്കൾ എന്തെങ്കിലും ഞങ്ങളെ കാണുമ്പോൾ ഈ കടന്നിൽ കുത്തിയ മുഖമായിട്ട് നടന്നാൽ പോരാ. നിങ്ങൾ എത്ര അന്തസ്സുണ്ട് ഇതുപോലെ സ്റ്റേജ് കെട്ടുക, ഞങ്ങളെ വിളിക്കുക, ഒരു സംവിധാനം ഉണ്ടാക്കുക, എന്നിട്ട് പറയാ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. എങ്കിൽ അവിടെ വെച്ച് ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ലേ? നമ്മൾ ആരെയും നിർബന്ധിച്ച്
കൈപിടിച്ച് ഈ കാര്യത്തിലൊന്നും പറയുന്നില്ല. നമ്മൾ പറയുന്നത് ഹക്കായ സത്യായ കാര്യങ്ങൾ നിങ്ങൾ മുമ്പിൽ വെക്കുന്നു. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം അംഗീകരിച്ചാൽ മതി. പക്ഷേ ഞങ്ങളെ ബാധ്യത അതല്ല. ഞങ്ങളെ ബാധ്യത ഞങ്ങൾ ഇത് മനസ്സിലാക്കിപ്പോയി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരാൾ കളവ് പ്രചരിപ്പിച്ചാൽ അതിന്റെ വിധി എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പിന്നീട് ഈ വേദിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അതിന്റെ ഗൗരവം മനസ്സിലാകാത്തത് കൊണ്ടാണ് പലരും മറുപക്ഷത്ത് നിൽക്കുന്നത്. അത് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. അവർക്കറിയില്ല. ഒരു 5%, 10% ജനങ്ങൾ പോലും ഈ സമുദായത്തിൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായിട്ടില്ല. ഇതിന്റെ ഗൗരവം ബോധ്യപ്പെട്ടാൽ തീർച്ചയായും അവർക്കൊക്കെ അവർ വരും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഞാൻ നീട്ടിപ്പരത്തി സ്വാഗതം പറയുന്നില്ല. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുഹീദ്ദീൻ അസ്ഹരിയാണ്. അതൊരു മുത്താണ് നമുക്ക് കിട്ടിയത്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് അലങ്കരിക്കാൻ ഉസ്താദിനെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഈ പരിപാടി സംവാദത്തിൽ ഏർപ്പെടുന്നത് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് ഉസ്താദ് അവരാണ്. ഉസ്താദ് പുറപ്പെട്ടിട്ടുണ്ട്. സമയമാകുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവാണ്. ഉസ്താദ് നന്ദി വിട്ട് ഇവിടെ മിക്കവാറും എത്തിയിട്ടുണ്ടാകും. ഒരു പക്ഷേ സിയാറത്തിലേക്ക് പോയതായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം തന്നെ എത്തും. ഉസ്താദിനെയും സ്വാഗതം ചെയ്യുന്നു. മൂന്നാമതായത് നമ്മുടെ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത് അൻസാർ മാസ്റ്ററാണ്. അൻസാർ മാസ്റ്ററെ ഞാൻ നിങ്ങളാർക്കും പരിചയപ്പെടുത്തണ്ട. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് കൂടുതൽ പരിചയപ്പെടും. പിന്നെ ഈ പരിപാടിയുടെ മൊത്തം ഒരു നിയന്ത്രണവും ഇതിന്റെ ഒരു ആസൂത്രണവും എല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട രാമന്തളി അവരുടേതാണ്. അദ്ദേഹത്തോട് ഈ IPSM-ന്റെ ഹൃദയംഗമായ സ്വാഗതം അദ്ദേഹത്തോട് പറയുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം, എന്താണ് ഈ IPSM? അങ്ങനെ ഒരു സംഘടന ഉണ്ടായി, അതിന്റെ പ്രസിഡന്റ്, അതിന്റെ സെക്രട്ടറി, അതല്ല. അത് ഈ പ്രവർത്തന സുഖത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ, അത് ഞാൻ പറയണ്ട, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അസ്ഹരി അത് പറയും, വിശദീകരിക്കും. അപ്പോ ആരും ആ വിഷയത്തിലൊന്നും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങളെ മനസ്സിലുള്ള അതേ പണ്ഡിതന്മാർ തന്നെയാണ്, മറ്റാരുമല്ല. ഈ കൂടിയിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളുടെ മനസ്സിൽ ഏത് പണ്ഡിതനാണോ മനസ്സിലെത്തിയത് ആ പണ്ഡിതന്മാർ തന്നെയാണ് ഞങ്ങളെ ഈ പരിപാടി ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും അത് മതി, ഒറ്റ വാക്കിൽ ഞങ്ങൾ സ്വാഗതം പറയുകയാണ്. പിന്നെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആ വേൾഡ് തലത്തിൽ ഈ സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നിലിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, അവർക്ക് സ്വാഗതം പറയുന്നു. മൈക്ക് സെറ്റ്, അവർക്ക് സ്വാഗതം പറയുന്നു. കാരണം അത് ക്ലിയറായിക്കില്ല, നമ്മളിത് നേടിയെത്തുകയല്ല. ഓർക്ക് ആദ്യം സ്വാഗതം പറയും, ആദ്യം സാധുക്കൾക്കാ പറയേണ്ടത്. അവരൊന്ന് ക്ലിയറാക്കി തന്നാൽ നമ്മൾ മൊത്തം ക്ലിയറായി. പിന്നെ ദിവസങ്ങളോളം ഈ പരിപാടിക്ക് അഹോരാത്രം പാടുപെട്ട കുറച്ച് ചെറുപ്പക്കാർ, പേര് പറയേണ്ട, അള്ളാഹുവിനറിയാം. അവരുടെ ലക്ഷ്യം ഒറ്റൊന്നേ ഉള്ളൂ. അതായത് നിങ്ങൾ എന്ത് തട്ടിപ്പ് നടത്തിയാലും, ഏത് തട്ടിപ്പ് നടത്തിയാലും ഞങ്ങൾ അത് ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞാൽ, വ്യാജം പറഞ്ഞാൽ ഇല്ല, ഞങ്ങളുടെ ചങ്കിലെ നീര് പറ്റുന്ന കാലത്തോളം നിങ്ങളെ ഞങ്ങൾ അടങ്ങിയിരിക്കാൻ സമ്മതിക്കൂല. അതെന്താണ് അതിന് കാരണം വെച്ചാൽ, റസൂലുള്ളാഹി ഞങ്ങളെ ഹൃദയത്തിന്റെ കരളിന്റെ കരളാണ്. ഈ റസൂലുള്ളാഹിനെ പറ്റി കളവ് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തത്തിന്റെ അപ്പുറമുള്ളൊരു കാര്യമാണത്. നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. എന്താണ് ഈ സഹോദരന്മാർക്ക് പറ്റിയെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അസ്ഹരി ഉസ്താദ് അത് വിശദമായിട്ട് തന്നെ ഇവിടെ പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോ ഇനി ആർക്കെങ്കിലും സ്വാഗതം പറയാൻ ബാക്കി വെച്ചിരുന്നെങ്കിൽ സ്വാഗതം പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി
നമ്മുടെ KCR അവർക്കും എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് സ്വാഗതം പറയുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.